ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്പൈനൽ കോഡിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ഡയറക്റ്റായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേ യൂട്യൂബ് ചാനലിൽ തന്നെയുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് നെർവസ് സിസ്റ്റം പാർട്ട് 1 കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ന്യൂറൽ ട്യൂബിൻ്റെ കോഡൽ പോർഷൻ, അതായത് റോംബെൻസെഫലോണിന് കോഡലായിട്ടുള്ള റീജിയനിൽ നിന്നാണ് സ്പൈനൽ കോഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ ന്യൂറൽ ട്യൂബിൻ്റെ കോഡൽ റീജിയനിലൊരു സെക്ഷൻ എടുക്കുന്നതാണ് ഈ ഡയഗ്രാം. ഇതിൽ ഇത്രയും റീജിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വോൾ ഓഫ് ദ ന്യൂറൽ ട്യൂബാണ്, വിച്ച് ഈസ് ഗോയിങ് ടു ഫോം ദ സ്പൈനൽ കോഡ്. ഈ വോളിൽ നമുക്കറിയാം 3 ലെയർ ഉണ്ട്. ഇന്നർ എപ്പൻഡൈമൽ ലെയർ, ഔട്ടർ ടു ദാറ്റ് മാൻഡിൽ ലെയർ, ഔട്ടർ മോസ്റ്റ് വിൽ ബി ദ മാർജിനൽ ലെയർ. എന്ത് സംഭവിക്കും? ഈ മാൻഡിൽ ലെയറിലുള്ള ന്യൂറോണുകൾ ഒരു പ്രത്യേക രീതിയിൽ റീഅലൈൻ ചെയ്യപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് ഡോഴ്സൽ റീജിയനിൽ ഒരു ഏലാർ പ്ലേറ്റ് ഉണ്ടാവുകയും വെൻട്രൽ റീജിയനിൽ ഒരു ബേസൽ പ്ലേറ്റ് ഉണ്ടാവുകയും ചെയ്യും. ബേസിക്കലി ഏലാർ പ്ലേറ്റ് എന്ന് പറയുന്നത് സെൻസറി ഇൻഫർമേഷന് വേണ്ടിയുള്ള ന്യൂറോൺസും ബേസൽ പ്ലേറ്റ് എന്ന് പറയുന്നത് മോട്ടോർ ഇൻഫർമേഷന് വേണ്ടിയുള്ള ന്യൂറോൺസുമാണ്. നടുക്കുള്ള ക്യാവിറ്റിയാണ് ക്യാവിറ്റി ഓഫ് ദ ന്യൂറൽ ട്യൂബ്. അപ്പോൾ ഈ ക്യാവിറ്റിക്കകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏലാർ പ്ലേറ്റിനും ബേസൽ പ്ലേറ്റിനും ഇടയിൽ ഇവിടെ ഒരു സൾക്കസ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ദ സൾക്കസ് ലിമിറ്റൻസ് വിച്ച് സെപ്പറേറ്റ്സ് ദ ഏലാർ ആൻഡ് ബേസൽ പ്ലേറ്റ്. ഏറ്റവും ഡോഴ്സൽ പോർഷനിലാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ മാൻഡിൽ ലെയർ ബിറ്റ്വീൻ ദ ന്യൂറോ എപ്പിത്തീലിയം ആൻഡ് ദ മാർജിനൽ ലെയർ. ഈ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് റൂഫ് പ്ലേറ്റ്. വെൻട്രൽ റീജിയനിൽ കറസ്പോണ്ടിങ് റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോർ പ്ലേറ്റ്. പിന്നീട് എന്ത് സംഭവിക്കും? സ്പൈനൽ കോഡിൻ്റെ ഡെഫിനിറ്റീവ് ഫോർമേഷൻ നടക്കുന്നതിനനുസരിച്ച് ഏലാർ പ്ലേറ്റിലുള്ളതും ബേസൽ പ്ലേറ്റിലുള്ള ന്യൂറോണുകൾ വീണ്ടും റീഗ്രൂപ്പ് ചെയ്ത് റീഅലൈൻ ചെയ്ത് അതിൻ്റെ ഫൈനൽ അഡൾട്ട് പൊസിഷനിലേക്ക് എത്തും. So this will be the mantle layer in the adult position. This is the H-shaped gray matter. അതിൽ this is the posterior horn, this is the anterior horn. Anterior horn neurons developed from the basal plate, posterior horn neurons developed from the alar plate. The canal of the neural tube develops into the central canal of the spinal cord. പിന്നീട് മാർജിനൽ ലെയർ ആണ് സ്പൈനൽ കോഡിൻ്റെ പോസ്റ്റീരിയർ ഫുണിക്കുലസ്, ലാറ്ററൽ ഫുണിക്കുലസ് ആൻഡ് ആൻറ്റീരിയർ ഫുണിക്കുലസ് ആയിട്ട് പിന്നീട് മാറുന്നത്. ഈ മാൻഡിൽ ലെയറിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ന്യൂറോൺസിൻ്റെ സൈസ്, അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ ഫങ്ഷൻ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് കുറേ അധികം ക്ലാസിഫിക്കേഷൻ ഉണ്ട് സ്പൈനൽ കോഡ് ഗ്രേ മാറ്ററിന്. പക്ഷേ അതിലേറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റെക്സട്സ് ക്ലാസിഫിക്കേഷൻ ഓർ റെക്സട്സ് ലാമിനെ. ആ ലാമിനാർ ഓർഗനൈസേഷനാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അതാണ് സ്പൈനൽ കോഡിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക് പോയിൻറ്റ്സ്. ഇനി സ്പൈനൽ നെർവ്സ് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. മോട്ടോർ നെർവ്സ് നമുക്കറിയാം വെൻട്രൽ റൂട്ട് വഴിയാണ് എമർജ് ചെയ്യാൻ പോകുന്നത്. സോ ദേ ബിഗിൻ ടു അപ്പിയർ ഇൻ ദ 4th വീക്ക്. ഈ ന്യൂറോൺസ് എവിടെയായിരിക്കും? ഇതിൻ്റെ സ്റ്റാർട്ടിങ് സെൽ ബോഡി ന്യൂറോൺസ് എവിടെയായിരിക്കും കിടക്കുക? in the basal plate or ventral horns of the spinal cord. അവിടെ നിന്ന് വെളിയിലേക്ക് മാർജിനൽ ലെയറിനെയും പിയേഴ്സ് ചെയ്ത് വെൻട്രൽ നെർവ് റൂട്ട്സ് എമർജ് ചെയ്യും. പക്ഷേ സെൻസറി ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ന്യൂറോൺസിൻ്റെ ലൊക്കേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് ആ ന്യൂറോൺസ് കിടക്കുന്നത് സ്പൈനൽ കോഡിനകത്തല്ല, സ്പൈനൽ കോഡിന് പുറത്താണ്. അവിടെ ഒരു ഗാംഗ്ലിയോണിലാണ് ആ ന്യൂറോൺസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുക. ഈ ഗാംഗ്ലിയോണിൽ നിന്ന്, ഈ ഗാംഗ്ലിയോണിൻ്റെ പേരാണ് ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ന്യൂറൽ ക്രസ്റ്റ് സെല്ലുകളിൽ നിന്നാണ്. ഇവിടെ നിന്ന് പ്രോക്സിമലായിട്ട് ഡോർസൽ നെർവ് റൂട്ട് എമർജ് ചെയ്യുകയും അത് ഏലാർ പ്ലേറ്റിലേക്ക് എത്തുകയും ചെയ്യും. ഏലാർ പ്ലേറ്റിലേക്ക് എത്തുന്ന പ്രോക്സിമൽ നെർവ് പ്രോസസ്സുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേസമയം ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോണിലുള്ള ന്യൂറോണിൻ്റെ ഡിസ്റ്റൽ പ്രോസസ്സ് ഡിസ്റ്റലായി പാസ് ചെയ്യുകയും ആൻഡ് ഇറ്റ് joins with the ventral motor root
ടു ഫോം ദ ട്രങ്ക് ഓഫ് ദ സ്പൈനൽ നെർവ്. അതുകൊണ്ട് സ്പൈനൽ നെർവ് കണ്ടെയ്ൻസ് ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ ഫൈബേഴ്സ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ ഡയഗ്രത്തിൽ അതിൻ്റെ ഫർദർ കോഴ്സാണ് കാണുന്നത്. ഇതാണ് സ്പൈനൽ കോഡ്. അവിടെ നിന്ന് എറേസ് ചെയ്ത സ്പൈനൽ ട്രങ്കാണ് ഈ കാണുന്നത്. ഈ സ്പൈനൽ നെർവ് ഡോഴ്സൽ ആൻഡ് വെൻട്രൽ റാമൈ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദിസ് വൺ ഈസ് ദ ഡോഴ്സൽ റാമൈ ആൻഡ് ദിസ് വൺ ഈസ് ദ വെൻട്രൽ റാമൈ. ഡോഴ്സൽ റാമൈ എന്തിനൊക്കെ സപ്ലൈ ചെയ്യും? ഡോഴ്സൽ ആക്സിയൽ മസ്കുലേച്ചർ, വെർട്ടിബ്രൽ ജോയിൻറ്റ്സ് ആൻഡ് സ്കിൻ ഓഫ് ദ ബാക്ക്. വെൻട്രൽ പ്രൈമറി റാമൈ ആണെങ്കിൽ ലിംസിന് സപ്ലൈ ചെയ്യും, വെൻട്രൽ ബോഡി വോളിന് സപ്ലൈ ചെയ്യും, ആൻഡ് ദേ ഫോം ദ മേജർ നെർവ് പ്ലെക്സസ്. സ്പൈനൽ കോഡിൻ്റെ ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ പൊസിഷണൽ ചേഞ്ചസ് കൂടി അറിഞ്ഞിരിക്കണം. ഇത് വെർട്ടിബ്രൽ കോളമാണ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ. ഇനിഷ്യൽ സ്റ്റേജസിൽ സ്പൈനൽ കോഡ് എക്സ്റ്റെൻസ് അപ് ടു ദ കോഡൽ മോസ്റ്റ് റീജിയൻ ഓഫ് ദ വെർട്ടിബ്രൽ കോളം. പിന്നീട് എന്ത് പറ്റും? വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടെ ഫാസ്റ്ററായി നടക്കുകയും സ്പൈനൽ കോഡിൻ്റെ ഡെവലപ്മെൻറ്റ് അതിനനുസരിച്ച് നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്പൈനൽ കോഡ് മുകളിലേക്ക് നീങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്പൈനൽ കോഡ് ഇവിടെ വരെ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൂ, വെർട്ടിബ്രൽ കോളം പക്ഷേ താഴെ വരെ കാണും. അറ്റ് ബർത്ത്, ജനിക്കുന്ന സമയത്ത് സ്പൈനൽ കോഡിൻ്റെ ലെവൽ ഓഫ് ടെർമിനേഷൻ എന്ന് പറയുന്നത് അറൗണ്ട് L3 ആയിരിക്കും, തേർഡ് ലംബാർ വെർട്ടിബ്ര. പിന്നീട് വളരുന്നതനുസരിച്ച് ഇൻ ദ അഡൾട്ട് സ്പൈനൽ കോഡ് ടെർമിനേറ്റ്സ് അറ്റ് ദ ലെവൽ ഓഫ് ലോവർ ബോർഡർ ഓഫ് L1. ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അപ്പോഴാണെങ്കിൽ പോലും സ്പൈനൽ കോഡ് L1 ലെവലിൽ ടെർമിനേറ്റ് ആയാൽ പോലും കറസ്പോണ്ടിങ് സ്പൈനൽ നെർവ്സ്, ഓരോ സ്പൈനൽ നെർവുകളും എമർജ് ചെയ്യാൻ പോകുന്നത് കറസ്പോണ്ടിങ് ഇൻ്റർവെർട്ടബ്രൽ ഫൊറാമിനിൽ കൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ L1 ശേഷം താഴോട്ടുള്ള എമർജ് ചെയ്യുന്ന എല്ലാ നെർവുകളും ചേർന്ന് ഇവിടെ ഒരു ഹോഴ്സ് ടെയിൽ ലൈക്ക് അപ്പിയറൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് നോൺ ആസ് ദ കോഡ ഇക്വൈന. അടുത്തതായിട്ട് സ്പൈനൽ കോഡിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ മോളിക്കുലർ റെഗുലേഷൻ്റെ കുറച്ച് ഔട്ട്ലൈൻ മാത്രം നോക്കാം. ഇനിഷ്യലി ദിസ് ഈസ് ദ സർഫസ് സെക്ടോഡിയം ഓവർലൈങ് ദ ന്യൂറൽ ട്യൂബ്. ദിസ് ഈസ് ദ ന്യൂറൽ ട്യൂബ് ആൻഡ് ദിസ് ഈസ് ദ സർഫസ് സെക്ടോഡിയം ഓവർലൈങ് ദാറ്റ്. ഈ പറയുന്ന സർഫസ് സെക്ടോഡിയം ബോൺ മോർഫോജനറ്റിക് പ്രോട്ടീൻസ് ഉണ്ടാക്കും, BMPs. ഈ BMP വന്നിട്ട് നമ്മുടെ ന്യൂറൽ ട്യൂബിൻ്റെ റൂഫ് പ്ലേറ്റിൽ ഉള്ള ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ഒരു കാസ്കേഡ് ഓഫ് TGF ബീറ്റ ഫാമിലി ഓഫ് പ്രോട്ടീൻസിനെ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ റൂഫ് പ്ലേറ്റിൽ നിന്നുണ്ടാവുന്ന ഹൈ കോൺസെൻട്രേഷൻ ഓഫ് TGF ബീറ്റ ഫാക്ടേഴ്സ് ആക്ടിവേറ്റ് അനദർ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ദാറ്റ് ഈസ് PAX. ഈ PAX ആണ് എന്ത് ചെയ്യുന്നത്? മാൻഡിൽ ലെയറിൻ്റെ ഡോർസൽ റീജിയനുള്ള മാൻഡിൽ ലെയറിൽ ഏലാർ ലാമിനയെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇതുപോലെ ന്യൂറൽ ട്യൂബിന് താഴെ കാണുന്ന ഈ സ്ട്രക്ചറാണെന്ത്? നോട്ടോകോഡ്. നോട്ടോകോഡ് ഒരു പ്രോട്ടീൻ സെക്രീറ്റ് ചെയ്യും. ദേ ആർ ദ സോണിക് ഹെഡ്ജ് ഹോഗ് പ്രോട്ടീൻസ് ഓർ SHH. ഇത് സെക്രീറ്റ് ചെയ്യുന്ന SHH ഫ്ലോർ പ്ലേറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുകയും അവിടെ ഒരു സെക്കൻഡ് സിഗ്നലിംഗ് സെൻറ്ററിൻ്റെ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഫ്ലോർ പ്ലേറ്റിലുണ്ടാവുന്ന സെക്കൻഡ് സിഗ്നലിംഗ് സെൻറ്റർ വഴി ഒരു കാസ്കേഡ് ഓഫ് മോളിക്കുലർ ഇവൻറ്റ്സ് ആക്ടിവേറ്റ് ആക്കപ്പെടുകയും അതുവഴിയായിട്ട് ബേസൽ ലാമിനയിലുള്ള ന്യൂറൽ ട്യൂബിനെ വെൻട്രൽ മോട്ടോർ ന്യൂറോൺസ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നിന്ന് TGF ബീറ്റ ഫാമിലി പ്രോട്ടീൻസിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നു, താഴെ നിന്ന് സോണിക് ഹെഡ്ജ് ഹോഗ് പ്രോട്ടീൻസിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഓവർലാപ്പിംഗ് കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് മാൻഡിൽ ലെയറിൽ ഏലാർ ലാമിന ഉണ്ടാവണോ ബേസൽ ലാമിന ഉണ്ടാവണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. ഇങ്ങനെയാണ് സ്പൈനൽ കോഡിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുന്നത്. കുറച്ച് ക്ലിനിക്കൽ ആസ്പെക്ട്സ് നോക്കാം. അതായത് സ്പൈനൽ കോഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ പ്രോബ്ലമാണ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്. ഇപ്പോൾ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ
പേരിൽ തന്നെയുണ്ട്, ന്യൂറൽ ട്യൂബിനാണ് പ്രോബ്ലം. പക്ഷേ ന്യൂറൽ ട്യൂബിന് പ്രശ്നം വരുമ്പോൾ അതിൻ്റെ ഓവർലൈങ് ആയിട്ടുള്ള സർഫസ് എക്ടോഡേമിനെയും അത് അഫക്റ്റ് ചെയ്യും. അതുമൂലം ന്യൂറൽ ട്യൂബിന് എവിടെ പ്രോബ്ലം ഉണ്ടോ അതിന് മുകളിലുള്ള മെനിഞ്ചസ്, അതിന് പുറത്തുള്ള വെർട്ടിബ്രൽ ആർച്ചസ്, അതിന് പുറത്തുള്ള മസിൽസ്, ഏറ്റവും ഔട്ടറായിട്ടുള്ള സ്കിൻ, ഇത്രയും റീജിയൻസ് അഫക്റ്റ് ആകപ്പെടാം. ഇനി ഈ എംബ്രിയോണിക് ന്യൂറൽ ആർച്ചസ് ഇൻവോൾവ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ബർത്ത് ഡിഫക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പൈന ബൈഫിഡ. അപ്പം എംബ്രിയോണിക് ന്യൂറൽ ആർച്ച് എന്താണ്? സ്പൈനൽ കോഡിനെ കവർ ചെയ്യുന്ന വെർട്ടിബ്രൽ റീജിയനാണ് എംബ്രിയോണിക് ന്യൂറൽ ആർച്ച്. അപ്പോൾ ഈ വെർട്ടിബ്രൽ ലാമിന സ്പൈനൽ കോഡിനെ ഡോഴ്സലായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് സ്പൈന ബൈഫിഡ നമ്മൾ പറഞ്ഞു. ഫലത്തിൽ എന്താവും? അവസാനം വെർട്ടിബ്രയ്ക്ക് എത്ര പ്രോസസ്സ് കാണും? 2 പ്രോസസ്സ് കാണും. ദേ വിൽ ഹാവ് ബൈഫിഡ് സ്പൈൻസ്. ഇനി ഈ സ്പൈന ബൈഫിഡ തന്നെ അതിനകത്ത് ഇൻവോൾവ് ആകപ്പെടുന്ന സ്ട്രക്ചേഴ്സ് അനുസരിച്ച് സിമ്പിൾ ആയിരിക്കാം, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം. സിമ്പിൾ ഫോമിനെയാണ് നമ്മൾ പറയുന്നത് സ്പൈന ബൈഫിഡ ഒക്കൾട്ട. ഇനി അതിനകത്ത് ബാക്കി ലെയേഴ്സ് ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് സ്പൈന ബൈഫിഡ സിസ്റ്റിക്ക. സ്പൈന ബൈഫിഡ സിസ്റ്റിക്കയിൽ മെനിഞ്ചസ് ആണ് ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മെനിങ്കോസീൽ. അല്ല, മെനിഞ്ചസ് പ്ലസ് സ്പൈനൽ കോഡ് ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മെനിങ്കോ മൈലോസീൽ. സ്പൈന ബൈഫിഡ ഒക്കൾട്ട. ഇവിടെ ലെംബോസാക്കൽ റീജിയനിലുള്ള വെർട്ടിബ്ര ആയിരിക്കും അഫക്റ്റ് ആവപ്പെടുന്നത് കോമൺ ആയിട്ട്. അവിടെ ബൈഫിഡ് സ്പൈൻസ് കാണാൻ പറ്റും. ഹിയർ ഈസ് 1 സ്പൈൻ ആൻഡ് ഹിയർ ഈസ് അനദർ സ്പൈൻ. ദിസ് ഈസ് ദ ബൈഫിഡ് സ്പൈൻ. ഇവിടെ സ്പൈനൽ കോഡ് അപ്പിയേഴ്സ് ടു ബി നോർമൽ. ഇനി എക്സ്റ്റേണലായിട്ട് ചില കേസിൽ ഇത് ഡിഫക്റ്റ് ഉണ്ടെന്ന് അറിയാൻ പോലും പറ്റത്തില്ല, എക്സെപ്റ്റ് ആ റീജിയനുള്ള സ്കിന്നിൽ ചിലപ്പോൾ ടഫ്റ്റ് ഓഫ് ഹെയർ ഉണ്ടായിരിക്കും. ദിസ് ഈസ് ദ ടഫ്റ്റ് ഓഫ് ഹെയർ ഓവർ ദ റീജിയൻ ഓഫ് സ്പൈന ബൈഫിഡ ഒക്കൾട്ട. നെക്സ്റ്റ് വൺ സ്പൈന ബൈഫിഡ സിസ്റ്റിക്ക. അതിൽ മെനിഞ്ചസ് ആണ് ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ മെനിങ്കോസീൽ. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഈ ഡിഫക്റ്റിലൂടെ അരക്കിനോയിഡ് ആൻഡ് പയാമാറ്റേഴ്സ് വിൽ പ്രൊട്രൂഡ് ത്രൂ ദ ഓപ്പണിംഗ് ഓഫ് ദ ബൈഫിഡ് സ്പൈൻ. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെംബോസാക്കൽ റീജിയനിലാണെങ്കിൽ ഒരു സിസ്റ്റിക് സ്വെല്ലിങ് പോലെ കാണാൻ പറ്റും. അതിൻ്റെ ഔട്ടറായിട്ട് സ്കിൻ കവേർഡ് ആയിരിക്കും. ഈ ഡ്യൂറാമാറ്റർ പക്ഷേ ഇതുണ്ട്, ഈ ബോണി ഡിഫക്റ്റിൻ്റെ സൈഡിൽ അഡ്ഹറൻ്റായിട്ട് അവിടെ തീരും. അടുത്തതാണ് സ്പൈന ബൈഫിഡ സിസ്റ്റിക്ക. അതിൽ തന്നെ മെനിങ്കോ മൈലോസിൽ, അതായത് മെനിഞ്ചസിൻ്റെ കൂടെ സ്പൈനൽ കോഡ് കൂടി പുറത്തേക്ക് വെർട്ടിബ്രൽ ആർച്ചിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇതിൽ പക്ഷേ ഡ്യൂറാമാറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെർട്ടിബ്രൽ ആർച്ചിൻ്റെ എൻഡിൽ തന്നെ അവിടെ അറ്റാച്ച്ഡ് ആയിട്ട് അവിടെ തീരും. ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഇത് കവേർഡ് ബൈ സ്കിന്നായിരിക്കും, പക്ഷേ അതിൻ്റെ സമ്മിറ്റിൽ ഒരു തിൻ ഫ്രൈബിൾ ആൻഡ് വാസ്കുലാർ മെംബ്രെയിൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സ്പൈന ബൈഫിഡയുടെ സീരിയസ് കോംപ്ലിക്കേഷൻ അനുസരിച്ച് ഇറ്റ് ഷോസ് വേരിയസ് ഡിഗ്രീസ് ഓഫ് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ ലീഷൻ. ഇനി ഏത് റീജിയനാണോ അഫക്റ്റ് ആവുന്നത് അതിനനുസരിച്ചുള്ള ഡെർമറ്റോമൽ ലോസ് ഓഫ് സെൻസേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ കംപ്ലീറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ സ്കെലിറ്റൽ മസിൽ പാരാലിസിസ് ഉണ്ടാകാം. നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് ദ മീറോ എൻസെഫലി, അതായത് ഇതിൻ്റെ സിവിയർ ഫോമാണ്. അത് ഈ മീറോ എൻസെഫലിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 1-2 വെർട്ടിബ്രൽ റീജിയൻ അല്ല, സെവറൽ വെർട്ടിബ്രെ അഫക്റ്റ് ആകാം, ഇൻക്ലൂഡിങ് ദ കാൽവേരിയ, ഇൻക്ലൂഡിങ് ദ ആബ്സെൻസ് ഓഫ് കാൽവേരിയ. ചിലപ്പോൾ ബ്രെയിൻ തന്നെ പാർഷ്യലി ആബ്സെൻ്റ് ആയിരിക്കാം. ബ്രെയിൻ ഇൻവോൾവ് വരുമ്പോഴത്തേക്ക് കറസ്പോണ്ടിങ് ഫേഷ്യൽ അബ്നോർമാലിറ്റീസും വരും. മീറോ എൻസെഫലി നമ്മൾ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ, അതായത് ഇൻയൂട്രോ തന്നെ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ ഹൈ ലെവൽ ഓഫ് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ സസ്പെക്റ്റ് ചെയ്യേണ്ടി വരും. അൾട്രാസൗണ്ട് സ്കാൻ വെച്ചിട്ട് നമ്മൾ ഈ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി സാധാരണഗതിയിൽ ഏതാണ്ട് 10 മുതൽ 12 വീക്കിനുള്ളിൽ തന്നെ ഫീറ്റൽ വെർട്ടിബ്രൽ കോളം അൾട്രാസൗണ്ട് വഴി തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ദ മോസ്റ്റ് സിവിയർ ടൈപ്പ് ഓഫ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണ് മൈലോഷിസിസ്. അതായത് ഇവിടെ ന്യൂറൽ പ്ലേറ്റ് ഫോം ചെയ്തതേ ഉള്ളൂ, അത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ന്യൂറൽ ട്യൂബ് പോലും ആയിട്ടില്ല. അപ്പോൾ സ്പൈനൽ കോഡ് ഇൻ ദ അഫക്റ്റഡ് ഏരിയ ഈസ് ഓപ്പൺ, കാരണം ആ ഭാഗത്തുള്ള ന്യൂറൽ ഫോൾഡാണ് നമ്മൾ പറയുന്നത്, വെർട്ടിബ്ര അല്ല, ന്യൂറൽ ഫോൾഡ് ക്ലോസ് ചെയ്തിട്ടില്ല.
അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പൈനൽ കോഡ് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ എ ഫ്ലാറ്റൻഡ് മാസ് ഓഫ് നെർവസ് ടിഷ്യൂ. ഇത്രയുമാണ് സ്പൈനൽ കോഡിൻ്റെ ഡെവലപ്മെൻറ്റിലുള്ള ജനറൽ പോയിൻറ്റ്സ്.